சேர என் பேச்சு தடுமாற வெக்கத்தில் நான் ஆட மனம் ஏங்கவா நொடிகள் நகர்ந்தாலும் மண்ணோடு மறைந்தாலும் நம் காதல் தொலையாமல் உனை வெல்லவா நீ இருந்தாலும் காதல் சொல்ல பல பல கனவுகள் என்னை கொல்ல உன்னிடம் பாதைகள் தானே செல்ல நீ இருந்தால் வானமே அல்ல இருந்தாலும் காதல் சொல்ல பல பல கனவுகள் என்னை கொல்ல உன்னிடம் பாதைகள் தானே செல்ல நீ இருந்தால் வானமே அல்ல பேசாத வார்த்தைகள் நீ இல்ல நேரங்கள் அது மாறாதோ வலி தீராதோ சொல்லாத ஏக்கங்கள் கேட்காத எண்ணங்கள் மனம் காணாதோ வழி சேராதோ நீ அதை அறையினில் நான் ஒரு போர்வைக்குள் நான் காணா காணலாம் செல்ல நீ இருந்தால் வானமே அல்ல நீ இருந்தாலும் காதல் சொல்ல பல பல கனவுகள் என்னை கொல்ல உன்னிடம் பாதைகள் தானே செல்ல நீ இருந்தால் வானமே அல்ல நீ இருந்தாலும் காதல் சொல்ல பல பல கனவுகள் என்னை கொல்ல உன்னிடம் பாதைகள் தானே செல்ல நீ இருந்தால் வானமே அல்ல இதுபோலே வாழ்விலும் உன்மொழி மாயா பூவே இன்னும் முனை விட்டு நீ எனதாகி காத்திருப்பே கண்மணியே சேர காலமீறி காதல் சேருமே என் நெஞ்சம் மீதிலே நீ பொன் கணம் கரைந்திடுவோ உயிருரைந்திடுவோ நீ எந்த
പോകും പാതയെങ്കിലും മൗനം നിലൈത്ത നെഞ്ചിലും കനാവിൽ എന്തൻ കാതൽ കൊണ്ടുവാ நான் செல்லும் தூரம் நீளினும் காலம் கலைந்து போயினும் நிலாவை போலே வானம் எங்கும் வா வினோதமா கலைக்குமோ அகம் என்னவோ சேர்த்திடும் நிலவா பொன்கணம் கரைந்திடுமோ உயிருரைந்திடுமோ நீ எந்த உயிர் தொடும் விதங்கள் நான் என்னை மறந்திடும் இடங்கள் கரைந்திடுமோ യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2 or 3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരുവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശുവിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ചരാതടേ മർമ്മമില്ലതിൽ പേദനെ മനസാമനവ്യാലകിം ചരാതടേ മർമ്മമില്ലതിൽ പേദനെ മനസാമനവ്യാലകിം ചരാ
కనుడైన రామచంద్రుని కనుడైన రామచంద్రుని కరుణాంతరంగముదని శీలన కనుడైన రామచంద్రుని కరుణాంతరంగముదని శీలన కనుడైన రామచంద్రుని కరుణాంతరంగముదని శీలన ചരാതടേ മർമ്മമെല്ലതിൽ പേദനെ മനസാമന വ്യാലക്കും ചരാതടേ కర్మకాండమద కృష్ణుడై భాసి చోదగా కలిమానవా అవతారునై కలిమానవా అవతారునై కలిమానవా అవతారునై కనిపించిన నడన త్యాగరాజు మానవ్యాలకి వరిమాలయ రఘునాథ వరిమాలయ
യെസ്, എന്തായാലും നമ്മളെല്ലാവരും വന്നിരിക്കുന്നത് നമ്മുടെ ഹാൻഡ്സം ബ്ലൂ ബ്യൂട്ടിഫുൾ ബ്രൈഡിനെ വിഷസ് അറിയിക്കുന്നതായിട്ടാണ്. സോ നിങ്ങൾ കൊടുക്കുന്ന ഓരോ കളിയിലും ഇവർക്കായിട്ടുള്ള ഓരോരോ ചെറിയ ചെറിയ ബ്ലെസ്സിങ്സ് ആണ്. ഈ ഒരു അവസരത്തിൽ ഈ ഒരു സ്റ്റേജിങ് കംപ്ലീറ്റ് ആണ്. ബിക്കോസ് ഇവരുടെ ഫാമിലി മെമ്പേഴ്സിന് പോകുമ്പോൾ തന്നെ സോ ഇവരുടെ ഫാമിലി മെമ്പേഴ്സിനെ ഏത് സ്നേഹത്തോടെ ബഹുമാനത്തോടെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ബ്യൂട്ടിഫുൾ പാരൻസ് തോമസ് and Leonati, please ഇഷ്ടപ്പെട്ട ബഹുമാനത്തോടെ കൂടി തോമസ് and Leonati വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ കാര്യങ്ങളോട് അവരുടെ ഡൊമസ്റ്റിക് കപ്പിളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വളരെ സന്തോഷത്തോടുകൂടിയാണ്
കൈവിട്ട് കൊടുക്കുന്നത് പ്രോഗ്രാം. പെൺകുട്ടികളുള്ള ഒരു പിതാവിനെ സംബന്ധിച്ച് അവർ ഒരു രാജകുമാരി തന്നെയാണ്. തൊട്ടടുത്ത് ശിശിര നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നമ്മുടെ പപ്പയുടെ ത്യാഗരാജന്റെ ഒരു രാജകുമാരി തന്നെയാണ് ജോർജിനെ കൈമാറുന്നത്. സോ ഒരു ബ്യൂട്ടിഫുൾ കൈ പപ്പയ്ക്ക് ആ ഒരു സുന്ദരി പോലെ മക്കൾക്കായി കൊടുക്കണം. യെസ് മമ്മി ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ഒരാളാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോ മമ്മിയെ സംബന്ധിച്ച് കുറച്ചധികം ആൺകുട്ടികളെ സമ്മാനിച്ചിരിക്കുകയാണ്. സോ എന്താണ് ഈ അവസരത്തില് മമ്മിക്ക് പറയാനുള്ള ലോകം? ഒരുപാട് സന്തോഷത്തോടെ ഇപ്പോഴത്തെ ഈ ഫംഗ്ഷൻ ഞാൻ എല്ലാവർക്കും വളരെ നന്ദി. യെസ്, താങ്ക് യു സോ മച്ച്. നമ്മുടെ ശിശുകുട്ടിയെ ഏറ്റവും വലം നിൽക്കാനായിട്ട് രണ്ട് ബിഗ് ബ്രദേഴ്സ് ഞാൻ പറഞ്ഞു. പെൺകുട്ടികളെ സംബന്ധിച്ച് ആംഗളമായ ഒരു അസിസ്റ്റ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ്. ഇവിടെ ശിശുവിനെ സംബന്ധിച്ച് ഏറ്റവും വലം നിൽക്കാനായിട്ട് നിങ്ങളായി തീരുന്നുണ്ട്. അപ്പോ ഇത് എന്ത് പറയണമെന്ന് മനസ്സ് സ്വരക്കൂട്ടി നൽകുകയാണെന്ന് വിശ്വസിക്കുകയാണ്. എന്താണ് നമ്മുടെ ശിശുകുട്ടികളായിട്ടും നമ്മുടെ ജോർജുകളായിട്ടും പറയാനുള്ളത്? First of all, thank you so much for blessing our esteemed presence. And all my best wishes from my heart to my first love, my first thing, my sister. ഒന്നും കാണില്ല കേട്ടോ, ഇതിന്റെ സിസ്റ്റർ. My best wishes. Yes, thank you so much. പറയാനുള്ളത് വിമർശനം നമുക്ക് താഴെ കിടന്നവരായി കൈ കോർത്ത് പിടിച്ചതാണ് നിരുന്ന ഒരു ഐതിഹ്യമാണ്. അപ്പൊ എന്താണ് പറയാനുള്ളത്? എന്തുമാത്രം നമ്മുടെ ശിശുക്കുട്ടി ആ ഒരു ഫാമിലിയായിട്ട് അറ്റാച്ച്ഡ് ആണെന്ന് തെളിയിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ജോർജിന്റെ ഫാമിലി ലക്കിയാണ്. സോ ഇത്രയും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാമിലിയെ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോ നമ്മുടെ രണ്ട് റിലേറ്റീവുമാർ ഇവിടെയുണ്ട്. എന്താണ് ചേട്ടന് പറയാനുള്ള നോക്കാം. ഈ ശിശു മൂന്ന് ആൺകുട്ടികളാണ്, രണ്ട് പെൺകുട്ടികൾ ഇതിനോടകം തെറ്റിക്കഴിഞ്ഞ് ഒരാളെ കൂടി ഇതാണ്. അപ്പൊ എന്താണ് ഈ ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് പറയാനുള്ള നോക്കാം. എനിക്ക് വളരെ സന്തോഷമാണ് ഇതിലെ മനോഹരമായി. താങ്ക് യു സോ മച്ച്. ആന്റി ഫിലോമിനാജിക്ക് പറയാനായിട്ട് മനസ്സിൽ ചെറുകൂട്ടി വെച്ചിരിക്കുകയാണ്. അപ്പൊ എന്താണ് ആന്റിക്ക് പറയാനുള്ള നോക്കാം. Yes, thank you so much. ഒരു നല്ലൊരു കാര്യമാണ്. ആന്റി പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മരുമകളായിട്ടല്ല മക്കളായിട്ടാണ് ആന്റി ഈ ഒരു ഫാമിലിയിലേക്ക് വെൽക്കം ചെയ്യുന്നതാണ്. സോ ഒരു ബ്യൂട്ടിഫുൾ കാര്യങ്ങൾ കഴിഞ്ഞ ശിശുക്ക് കേൾക്കാൻ മനോഹരമായ വാക്കുകളില്ല. അപ്പോ ഒരു വലിയ നമ്മുടെ ജോർജ് ചേട്ടൻ ഇവിടെയുണ്ട്. ജോർജ് ചേട്ടൻ എന്താണ് പറയാനുള്ളത്? കുഞ്ഞിനെ മുതലുള്ള ജോർജോയുടെ കുറുമ്പുകൾ വാശികളൊക്കെ കണ്ടു വളർന്നത് ചേട്ടൻ എന്ന നിലയിൽ
കുടുംബത്തോട് സ്നേഹമുള്ള വ്യക്തിയാണ്. അപ്പോൾ അവനൊരു പുതിയ ജീവിതത്തിലേക്ക് കടന്നത് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അവന് എല്ലാവിധ ആശംസകളും നേരുന്നു. തീർച്ചയായും ഇന്നത്തെ കാലത്ത് ഒരു ഫാമിലിയുമാണ് കിട്ടില്ല രസമായിട്ടുള്ള കാര്യമല്ല. സോ നമ്മുടെ സിസ്റ്റർ കുട്ടിക്ക് ഒരു കാര്യത്തിൽ ലക്കിയായിട്ടാണ് നമ്മുടെ ചേട്ടന്റെ വാക്കുകളിൽ നിന്ന് പ്രകടമാകുന്നത്. എന്താണ് ചേച്ചി കുട്ടിക്ക് പറയാനുള്ളത്? ആദ്യം തന്നെ അവരുടെ ജീവിതത്തിലേക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു. ചേച്ചിക്ക് പുതുമണവാളൻ വരവാകെ തിരനുറയാടും കടലാകെ ഇന്നഴകാകവേ ഇനി ഒരു നാളും പിരിയാതെ ഒഴുകണം ഒരു മനമോടെ ഒന്നായി എന്നും
ചേച്ചിയുടെ ആ ഒരു ബ്യൂട്ടിഫുൾ പോസിറ്റീവ് ക്വാളിറ്റീസ് ആണ്. ഭയങ്കര നല്ല കുട്ടിയാണ്, ഭയങ്കര ഓർമ്മയാണ്. എനിക്ക് ഇല്ലാത്തതും അവർക്കുള്ളതുമായിട്ട് അതാണ്. പെട്ടെന്ന് ദേഷ്യപ്പെട്ട് വൈകി മാറി ഒക്കെ നടക്കുന്ന വ്യക്തിയാണ്. സന്തോഷം. ഒരു നല്ലൊരു തികവൻ കയറി വരണം. അപ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എനിക്കില്ലാത്തതും അവർക്കുള്ളതുമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഈ മാരേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് പാർട്ട്ണറിനുള്ള കുറവുകളെ കോപ്പി ചെയ്യാനായിട്ടുള്ള ഒരു ആള് തന്നെയാണ് കിട്ടിയിരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഒരു കില്ല കയറി ഇവർക്കായിട്ട് കൊടുക്കണം. അപ്പോ എന്താണ് ശിശിര നമ്മുടെ ഹാൻസം ഗ്രൂമായിട്ട് ഒന്നിക്ക് തയ്യാറായി നിൽക്കാണ്. ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴാണ് ആ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അടിച്ചത്. ഇവൻ തന്നെയാണ് എന്റെ ചെക്കൻ എന്ന് തീരുമാനം എടുത്ത ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റ് ചെയ്തത്. ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് ചേട്ടായില്ലായിരുന്നു. ഇത് പല തവണ ഞങ്ങൾ മിങ്കിൾ ചെയ്ത് ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു, ഒരേ ഫ്രണ്ട്സ് സർക്കിളായിരുന്നു. ഒരുപാട് നമ്മൾ മിങ്കിൾ ചെയ്ത് ഒരുമിച്ച് ആളുകൾ ഗ്രാജുവലി വളരെ ഗ്രാജുവലി ഒരു 6 years എടുത്ത് ഗ്രാജുവലി അതിലേക്ക് എത്തിച്ചേർന്നതാണ്. അത് കൂടുതലായിട്ടൊരു സാഹചര്യത്തിൽ നമുക്ക് തോന്നി എന്തുകൊണ്ട് ലൈഫ് പാർട്ണർ ആയാൽ ലൈഫ് എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്നുള്ളൊരു ഡിസിഷനിലേക്ക് എത്തുകയാണ്. ആൻഡ് one thing I should say here is that my family, especially my brothers, my dad and mom, and my sisters, I won't even call them my sisters as long as my sisters. അവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഇതില് I just asked them, ഇങ്ങനൊരു ഐഡിയ ഉണ്ട്, നിങ്ങളുടെ സജഷൻ എന്താണെന്ന് ആണ് ഞാൻ ചോദിച്ചു പോലും എൻ്റെ വീട്ടുകാരോട്. അപ്പോൾ അവര് ഓക്കെ ദാറ്റ്സ് എ ന്യൂ ഐഡിയ, ലെറ്റ്സ് ഡിസ്കസ് എന്ന് പറഞ്ഞു. ഒരുപാട് ഡിസ്കസ് ചെയ്തു. ബിക്കോസ് ഓരോരുത്തർ ഓരോ കോമ്പിനേഷനിലായിരുന്നു. എൻ്റെ രണ്ടാമത്തെ വീട്ടിലായിരുന്നു, മൂന്നായിട്ട് വീട്ടുകാരൊരു സ്ഥലത്ത്. അപ്പോൾ ഒരുപാട് ഫോൺ കോൾസിൽ ഒരുപാട് ഡിസ്കഷൻസിന് ശേഷം അവരും എന്താ പറയാ ഓക്കെ idea എന്നുള്ളത് കൺവിൻസ്ഡ് ആയി എന്നുള്ളത് I am so happy. God's grace is always been with me. And like ഇപ്പൊ എനിക്ക് 20 വയസ്സായിട്ട് അതെന്തായാലും എനിക്ക് വിശ്വാസമോ. സോ ഞാൻ പറഞ്ഞത് ചേട്ടയുടെ ക്വാളിറ്റി one single quality. Jojo as a person is very good for me. ഞാൻ അങ്ങനെ ഇന്നത് ഭയങ്കര എനിക്ക് ഭയങ്കര കാരണം എന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഞാൻ ഹൈ മെയിൻ്റനൻസ് പേഴ്സൺ ആണ്. പല കാര്യങ്ങളിലും എനിക്ക് സ്റ്റബേൺനെസ് ഉണ്ട്. സോ ഐ ആം എ വെരി ഹൈ മെയിൻ്റനൻസ് പേഴ്സൺ ആൻഡ് ഹി ലൈക്സ് മെയിൻറ്റെയിനിങ്. സോ അതാണ് പറയുന്നത്. ഓക്കെ ഗ്രേറ്റ്. ഇവിടെ പറഞ്ഞു മെയിൻ്റനൻസിന്റെ കാര്യം പറഞ്ഞു. ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവ് ആയിട്ട് കഴിച്ചാൽ ശരിയാണ് പറയുന്നത്. നമ്മുടെ വെല്ലുവിളികളാണ് ശരിയാണ്. നമ്മുടെ ശിശുര ആഗ്രഹിച്ച പോലെ ശിശുരയ്ക്ക് ആപ്റ്റാണ് ഏറ്റവും എക്സൈറ്റ് ആപ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണെയാണ് ശിശുരയ്ക്ക് ലൈഫ് പാർട്ണറായിട്ട് കിട്ടിയിരിക്കുന്നത്. സോ രണ്ടുപേരും ലക്കിയാണ്. ഒരു വീഡിയോ കൈയടി ഇതിനായിട്ട് കിടക്കണം. യെസ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഏത് ആകാംക്ഷയോടെ കാത്തിരുന്ന ബ്യൂട്ടിഫുൾ കുട്ടീസിന്റെ ഡാൻസ് പെർഫോമൻസിലേക്ക് കടക്കുകയാണ്. അത് ലീഡർഷിപ്പ് നയിക്കുന്നത് നമ്മുടെ ചേച്ചിമാർ തന്നെയായിരിക്കും. സോ ഒരു നല്ലൊരു കഴിവുകൊണ്ട് അത് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. Pura
മോഹമെല്ലാം കള്ളത്തരങ്ങളുടെ തുള്ളികളായി കണ്ട നേരം കൊണ്ടലായി കൊണ്ടലിൽ മിന്നലായി മിന്നൽ വള കയ്യിൽ ഇട്ട പെണ്ണഴകേ എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ മിന്നൽ വള കയ്യിൽ ഇട്ട പെണ്ണഴകേ എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ ഈറൻമുടി കൊതിയൊരുങ്ങി പെണ്ണിലാ ചന്ദനം തൊട്ട് അത്തിമരച്ചോട്ടിൽ വന്നാൽ താരകരാവ് രാവിൽ നിന്റെ പൂമുഖം കണ്ട് പുളകം കൊണ്ട് നല്ലിളം കാറ്റ് കണ്ണാടി പുഴയിലെ പൂന്തിരകൾ തീരത്തെ ഓളങ്ങൾ തീരാത്ത ദാഹത്തിൻ താളങ്ങൾ ആരിത്തിനാ പോയിടാം വിണ്ണതി പോലൊഴുകിടാം മിന്നൽ വള കയ്യിൽ ഇട്ട പെണ്ണഴകേ എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന് പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു ഉള്ളിൽ ഒളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളുടെ തുള്ളികളായി കണ്ട നേരം കൊണ്ടലായി കൊണ്ടലിൽ മിന്നലായി മിന്നൽ വള കയ്യിൽ ഇട്ട പെണ്ണഴകേ എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ മിന്നൽ വള കയ്യിൽ ഇട്ട പെണ്ണഴകേ എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ പ്രേമവതി തീ തീ നീ എന്നുള്ളിനുള്ളിൽ തീ ഭാനുമതി നീ നീ വാനിൽ കാണും ചന്ദ്രമുഖി പൊട്ടാസ് പൊട്ടി വീണ നെഞ്ചകത്ത് വന്നിരുന്നു പുട്ടുപോലെ പട്ടുനൂല് കെട്ടിയിട്ടുവോ കിട്ടാത്ത മുന്തിരിക്ക് പിന്നിൽ വന്ന പമ്മി നിന്ന് വട്ടമിട്ട് കിട്ടുമെന്നൊരാശ കൂടിയോ താഴെ വന്ന നിലവേ ഓ താഴു വീണ നിധിയേ ഓ ആഴമുള്ള നദിയേ ഓ കൊത്തിവെച്ച ശിലയേ ഓ മുത്തുവെച്ച മാലയേ ഓ പൊത്തിവെച്ച താരമേ കണ്ണടിച്ച് കൈപിടിച്ച് വാ വാ പൊന്മാനെ മാനെ 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 മായാതിൽ വാലെ മായാജാലം കാട്ടും കാതൽ ജിന്നാനെ ബാലി തീരം നിന്നെ കാണാനോ വാണേ വീര്യം കൂടും മീഞ്ഞാണേ ദുനിയാവിൽ ഇനിയാരും വരുവാനിൽ ഇതുപോലെ പഴയേതോ മുനി തന്ന വരമോ പൊന്മണി നീ ദിശ തേടി വഴിമാറിയിരുളിൽ ഞാൻ അലയുമ്പോൾ നിലവായി തെളിവാനിൽ നിറയെ കൺമണി നീ പൊട്ടാസ് പൊട്ടി വീണ നെഞ്ചകത്ത് വന്നിരുന്നു പുട്ടുപോലെ പട്ടുനൂല് കെട്ടിയിട്ടുവോ കിട്ടാത്ത മുന്തിരിക്ക് പിന്നിൽ വന്ന പമ്മി നിന്ന് വട്ടമിട്ട് കിട്ടുമെന്നൊരാശ കൂടിയോ താഴെ വന്ന നിലവേ ഓ താഴു വീണ നിധിയേ ഓ ആഴമുള്ള നദിയേ ഓ കൊത്തിവെച്ച ശിലയേ ഓ മുത്തുവെച്ച മാലയേ ഓ പൊത്തിവെച്ച താരമേ കണ്ണടിച്ച് കൈപിടിച്ച് വാ വാ പൊന്മാനെ മാനെ 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 മായാതിൽ വാലെ മായാജാലം കാട്ടും
പൊന്നാനെ നിൻ മനസ്സ് എല്ലോളം തേൻ കൂറുമ്പ് നുള്ളാനായി നിന്നെ ദൂരത്ത് വീശുന്ന കോവൈക്കാട്ടിലാടും നിൻ കൂന്തൽ എൻ മേലാകെ മൂടാമോ നീ പെണ്ണാളെ പെണ്ണാളെ ആരോ നീ ഊറും പേരും ഇല്ലെന്നായാലും ഞാൻ വല്ലാതെ കൊള്ളും കാര്യം നേരാണേ നേരാണേ ജാലക്കാരി മായ ജാലക്കാരി നീ എന്നുള്ളം കൊത്തി കാന്ത കണ്ണാൽ നോക്കി തന്നാൽ നീരി നിന്നാൽ പല നാളുരുകി പിന്നാൽ അലപോലലയാം നിന്നാൽ കഴിയും വരെ ഞാൻ ജാലക്കാരി മായ ജാലക്കാരി എന്നുള്ളം കൊത്തി കാന്ത കണ്ണാൽ നോക്കി തന്നാൽ നീരി നിന്നാൽ പല നാളുരുകി പിന്നാൽ അലപോലലയാം നിന്നാൽ കഴിയും വരെ இரண்டு மனம் இணைய 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 பிறந்த பயன் அடைய 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 ஊர் பார்க்க கை கோர்க்கும் நாள் வந்ததே என்னாலும் அன்போடு ஆனந்தமே என் கூட்டிலே ஒரு ஓரமாய் இருந்தேனடா கண்ணா வரமாகவே நீ வந்ததால் திளைத்தேனடா திசையின்றி நான் தேடி திரிந்தேன் தனியாகவே கண்ணே ஒளியாக நீ என்னை சேர்ந்ததால் பிழைத்தேன்